ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നടുവേദന അല്ലെങ്കിൽ പിടലി വേദന, കഴുത്തിൻ്റെ വേദന കൊണ്ട് ബുദ്ധിമുട്ടിട്ടില്ലാത്ത ആൾക്കാരായിട്ട് എപ്പോഴെങ്കിലും ഒരു പ്രായപൂർത്തിയായ ആൾ അനുഭവിച്ചിട്ടുണ്ടാവാൻ സാധ്യതയുള്ള ഒരു അവസ്ഥാവിശേഷമാണ്. വളരെ കോമൺ ആയിട്ട് കാര്യം ഒരു അലർജി, തുമ്മൽ, പനി ഇതൊക്കെ കഴിഞ്ഞാൽ വളരെ കോമൺ ആയിട്ട് ആൾക്കാർ അഫക്റ്റ് ചെയ്യുന്ന ഒരു ഹെൽത്ത് ഇഷ്യൂ ആണ് ലോ ബാക്ക് പെയിൻ എന്ന് പറഞ്ഞത്. മനുഷ്യൻ്റെ നട്ടലിന് ഒരു പ്രത്യേക ആകൃതി വിശേഷമുണ്ട്. അതായത് നമ്മൾ സ്റ്റാൻഡിങ് പോസ്റ്റർ എന്നുള്ള ഒരു അഡ്വാൻറ്റേജ് തന്നെയാണ് ആ ഒരു തരത്തിൽ. അതായത് ലോഡോസിസ്, ഡോപ്പിങ് തരത്തിലുള്ള ഏകദേശം ഒരു എസ് ആകൃതിയിലുള്ള ഒരു അവസ്ഥാവിശേഷമാണ് നമ്മുടെ നട്ടലിന് ഉള്ളത്. അത് നമുക്ക് നിൽക്കുവാനും നമ്മുടെ പലതരത്തിലേക്കും എല്ലാ സൈഡിലേക്കും നമുക്ക് ബെൻഡ് ചെയ്യാനും തിരിയാനും തരുന്ന ഒരു പ്രത്യേക ആകൃതി ആണ് നമ്മുടെ നട്ടലിന് നമുക്ക് ഉണ്ടായിട്ടുള്ളത്. നട്ടലിൻ്റെ ഒരു പ്രത്യേക രീതി എന്ന് പറഞ്ഞാൽ ഓരോ എല്ലിൻ്റെയും ഇടയിൽ ഡിസ്ക് എന്ന് പറയുന്ന ഒരു സോഫ്റ്റ് ടിഷ്യൂ, അത് ഒരു റിങ്, ഒരു വാഷറിന് സമാനമായ ഒരു സോഫ്റ്റ് ടിഷ്യൂ ആണ്. ഈ സോഫ്റ്റ് ടിഷ്യൂ ആണ് എല്ലാ മൂവ്മെൻറ്റിനും നമ്മളെ സഹായിക്കുന്ന വിഷയം. നട്ടലുമായിട്ട് ബന്ധപ്പെട്ട വേദനയെക്കുറിച്ച് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ പറയപ്പെടുന്നത് ഡിസ്കിൻ്റെ ഇഷ്യൂ ഉണ്ട്. അത് ഇൻ്റർവെർട്ടിബിൾ ഡിസ്ക് പ്രോബ്ലംസ്. അത് പലതരത്തിലുണ്ട്. അത് ചെറിയ തരത്തിലുള്ള സ്റ്റിനോസിസ്, ചെറിയ കംപ്രഷൻ, ഡീജനറേറ്റീവ് ഡിസ്ക് ഇഷ്യൂസ്, അതുപോലെ ഡിസ്ക് പ്രൊലാപ്സ്, ഇങ്ങനെ തുടങ്ങി പലതരത്തിലുള്ള അവസ്ഥാവിശേഷങ്ങളുണ്ട്. ഓരോത്തിനും അതിൻ്റേതായ ലക്ഷണങ്ങളുമുണ്ട്. ഇത് കണ്ടെത്തുവാനായിട്ട് നമ്മൾ പണ്ടുകാലം തൊട്ടേ വളരെ ചിലവ് കുറഞ്ഞ ഒരു രീതിയാണ് എക്സ്റേ എന്ന് പറയുന്നത്. നടുവേദനയുടെ ടെസ്റ്റുകളെക്കുറിച്ച് പറയുമ്പോൾ ക്ലിനിക്കിൽ വരുമ്പോൾ ഒരു പേഷ്യൻറ്റിനെ ആദ്യമായിട്ട് കാണുമ്പോൾ ഒരു ഒ പിയിൽ വെച്ച് തന്നെ ചെയ്യുന്ന ഒരു ചികിത്സയാണ് ബെൻഡിങ് ടെസ്റ്റുകൾ. പലതരത്തിലുള്ള ബെൻഡിങ്, അതായത് പേഷ്യൻ്റ് നിന്നുകൊണ്ട് അല്ലെങ്കിൽ ഉപ്പൂറ്റി ഉറപ്പിച്ചുകൊണ്ട് ടോയിൽ വിരലുകളിൽ നടക്കുക, ആ തരത്തിലുള്ള എക്സസൈസ് ടെസ്റ്റുകൾ നമ്മൾ ചെയ്ത് നോക്കാറുണ്ട്. അതുപോലെ തന്നെ SLR ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ ബെഡിൽ കിടന്നതിന് ശേഷം കാല് ഉയർത്തി, അതിൻ്റെ ഒരു പ്രത്യേക പാറ്റേൺ ഉണ്ട്, ആ തരത്തിൽ കാല് ഉയർത്തി നോക്കുന്ന ഒരു SLR ടെസ്റ്റ് ഉണ്ട്. ഈ SLR ടെസ്റ്റ് ഇതിൻ്റെ ഒരു പ്രിലിമിനറി ടെസ്റ്റായിട്ട് ഉണ്ട്. അതിനുശേഷമാണ് എക്സ്റേ, MRI പോലുള്ള ടെസ്റ്റുകളിലേക്ക് പോകുന്നത്. ഇതിൽ നമുക്ക് രോഗം കണ്ടെത്താൻ സാധിക്കുന്നില്ലെങ്കിൽ എക്സ്റേ, MRI പോലുള്ള ടെസ്റ്റുകളിലേക്ക് പോകാറുണ്ട്. പ്രിലിമിനറി ആയിട്ടാണ് എക്സ്റേ എടുത്ത് നോക്കുന്നത്. അതിനകത്ത് ഡിസ്കിൻ്റെ അകലം അല്ലെങ്കിൽ തേയ്മാനം എന്ന് തുടങ്ങിയ ഏറ്റവും പ്രൈമറി ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രം കാണാൻ കഴിയുന്നു.